അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു അനദീപ് അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടുള്ള യൂണിയൻ ബജറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു തമിഴിൽ നിന്നായാലും അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് ഷെയർ ചെയ്തിരിക്കുന്നതിനായാലും ഒക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ബജറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഡിസ്കഷൻ എന്നാണ്. ബജറ്റ് ഒരു വളരെ വലിയൊരു ഹോട്ട് ടോപ്പിക്കാണ്. ഒരുപാട് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ വരികയും ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ബജറ്റ്. സോ ബജറ്റ് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ബജറ്റിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് ഈ യൂണിയൻ ബജറ്റ് അനൗൺസ് ചെയ്ത സാഹചര്യത്തിന് അനുബന്ധിച്ച് തന്നെ നമ്മുടെ സ്റ്റേറ്റ് ബജറ്റ് അവതരണവും നടന്നിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ബജറ്റ് കേരള എക്കണോമിക് പെർസ്പെക്റ്റീവിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് പിന്നെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് നോക്കാം. ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026-27 സാമ്പത്തിക വർഷത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അവതരിപ്പിച്ചൊരു ബജറ്റിനെ പറ്റിയിട്ടാണ്. ഇന്ത്യ അവതരിപ്പിച്ച ബജറ്റിനെ പറ്റിയിട്ടാണ്. യൂണിയൻ ബജറ്റ് ഓഫ് 2026-2027. ബജറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ വിൽ ബി സോൾലി ഫോക്കസിങ് ഓൺ ദി ബജറ്റ്. ഇന്നത്തെ സെഷൻ നമ്മൾ കൃത്യമായിട്ട് ഈ ബജറ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളിൽ പുതിയ കുട്ടികളോ പുതുതായി പഠിക്കുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടാവും. അപ്പൊ എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്തേക്കണം. നിങ്ങൾ ആർക്കെങ്കിലും നമ്മൾ പറയുന്ന ടേംസ്, ഇപ്പൊ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പദപ്രയോഗങ്ങൾ വരും, പുതിയ ഒരുപാട് ടേംസ് ഒക്കെ നിങ്ങൾ കേൾക്കാനിടയാവും. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്ന ടേംസ് ഒക്കെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ചിലതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല, ചില ടോപ്പിക്കുകൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, പുതിയ കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. ബിക്കോസ് വിൽ ബി ഡിസ്കസിങ് ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും കവർ ആവും. എന്താണ് ബജറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ്, ഫിസിക്കൽ പോളിസി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബജറ്റ് എന്ന ക്ലാസ്സിനകത്ത് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അതെല്ലാം പറഞ്ഞിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസ് വല്ലാണ്ട് ലെങ്തി ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തായാലും ഈ ബജറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് പോകുന്ന ഒരു ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും വാക്കുകളോ പ്രയോഗങ്ങളോ വരുമ്പോൾ അത് കൺഫ്യൂഷൻ തോന്നിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളുക. അതിനെ പറ്റിയിട്ടുള്ള വിശദാംശം നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതിനകത്ത് അനുദീപ് സാർ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം എന്നോട് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ ഒരു ക്ലാസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് റിവിഷന്റെ ഭാഗമായിട്ട് ഈ ഒരു വീഡിയോ ക്ലാസ് ഒന്നുകൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവുകയും ചെയ്യും. സോ ഇന്നത്തെ സെഷൻ ഇസ് സോൾലി അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഫോക്കസിങ് ഓൺ ദ യൂണിയൻ ബജറ്റ് ഓഫ് 2026-27 ആയിരിക്കും. അതിന്റെ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുക. വല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ബജറ്റിലേക്ക് പോകുന്നതല്ല. ബജറ്റിൽ വരുന്ന ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്, പ്രാഥമികമായിട്ടും മെയിൻലി ഈ ഒരു ബജറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഇന്ത്യനെയാണ് ഈ ഒരു ബജറ്റ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ആഫ്റ്റർ ദിസ്, അപ്പൊ ഇൻ ബിറ്റ്വീൻ പരമാവധി നമുക്ക് ക്ലാസ്സിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ചോദ്യം ചോദിക്കാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. കാരണം കൺഫ്യൂഷൻസ് വരുന്ന എൻഡ് ഓഫ് ദി ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോടോ നിങ്ങൾ ഫീൽ ഫ്രീ ടു കോൺടാക്ട് ആൻഡ് ഡിസ്കസ് വിത്ത് ദം റിഗാർഡിംഗ് ദി കൺഫ്യൂഷൻസ് യു ആർ ഹാവിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് എൻഡിൽ ഞാൻ സമയം തരാം. ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ സമയത്തോ അല്ലെങ്കിൽ 1 അവർ സമയത്തോ ഒക്കെ നമുക്ക് എന്തായാലും സെഷൻ തീരുന്നതിനോടനുബന്ധിച്ച് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സമയം കൂടി തീർച്ചയായിട്ടും തരുന്നുണ്ടാവും. അപ്പോൾ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ടൈം ആസ് വെൽ. ഓക്കെ, ആ ഒരു സമയം കൂടി പരമാവധി വിനിയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പറയുന്നതും കാണുന്നതും ഒക്കെ വളരെ വ്യക്തമാണ് എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ്. അപ്പൊ എല്ലാവരും ഫുൾ പവറിൽ ഫുൾ പൊട്ടൻഷ്യല് വരാനിരിക്കുന്ന പരീക്ഷ നമ്മുടെ കയ്യിൽ ഇരിക്കണം. പ്രിലിംസ് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. മെയിൻസിന്റെയും ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നതെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് ഉണ്ടാവുക. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി, ഒരു പോസിറ്റീവ് നോട്ടോടു കൂടി ഇന്നത്തെ യൂണിയൻ ബജറ്റിന്റെ ഡിസ്കഷൻ സെഷൻ ആരംഭിക്കാം മക്കളെ. വൺസ് അഗെയിൻ വെൽക്കം ടു അനദീപ് അക്കാഡമി. സോ വാട്ട് ഇസ് ദിസ് യൂണിയൻ ബജറ്റ് ആക്ച്വലി റെഫേഴ്സ് ടു എന്നുള്ളതാണ്. ഈ നമ്മൾ നിലവിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെ ഒന്ന് പാസ്റ്റ് തൊട്ട് നോക്കി വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഹിസ്റ്റോറിക് റെട്രോസ്പെക്ട് നമ്മൾ ശരിക്കും നോക്കി വരേണ്ടതുണ്ട്. ഹിസ്റ്റോറിക് റെട്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയ കാലഘട്ടത്തെ ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്. ഒരു ചെറിയൊരു ബാക്ക്ഡ്രോപ്പിലേക്ക് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. പൊതുവെ ബജറ്റ് അനാലിസിസിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആരും അങ്ങനെ ഇങ്ങനെ പറയാത്തൊരു കാര്യമാണ് എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്.
സോ ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ബഡ്ജറ്റിൽ നിന്നും നമുക്ക് പുറത്തേക്ക് തന്നിരിക്കുന്ന വിശദാംശങ്ങളെ വിശകലനം ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം, ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്, അല്ലെങ്കിൽ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് വാട്ട് സിനേറിയോ ഈസ് ദിസ് ബജറ്റ് ബീങ് പ്രിപ്പയർഡ്. സോറി, ചെറിയൊരു ത്രോട്ട് ഇഷ്യൂ ഉണ്ടേ, ബെയർ വിത്ത് മീ, എന്നോടൊന്ന് സഹകരിക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഇടയ്ക്ക് ഞാൻ പറയുന്നതിലെ ഓഡിബിലിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ ക്ലാരിറ്റി, സ്ക്രീൻ ക്ലാരിറ്റിയോ നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന് നിങ്ങൾ ഈ അരമണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ട. ഫീൽ ഫ്രീ ടു ഇന്റർഫിയർ ആൻഡ് ലെറ്റ് മീ നോ. ഓക്കെ, യെസ്. എടാ മക്കളെ, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? യു ക്യാൻ ഫോളോ, റൈറ്റ്? എല്ലാം ക്ലിയർ ആണ് എന്നൂടി ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ തുടങ്ങുവാണ്. ക്ലിയർ ആണല്ലോ? അനന്തു, യെസ്. അതുൽ, യെസ്, വെരി ഗുഡ്. അനില, യെസ്, ക്ലിയർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾ റൈറ്റ്. സോ ബാ, നമുക്ക് ജമ്പ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മുടെ യൂണിയൻ ബജറ്റിന്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ബജറ്റിന്റെ ഒരു 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 രത്നച്ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലാവണം. നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന് അത് തന്നെയാണ്. ഒരു 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 സം അപ്പ് ഓഫ് വാട്ട് ദിസ് യൂണിയൻ ബജറ്റ് ഓൾ അബൌട്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ബജറ്റ് എന്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെന്ന്. സോ ഈ ഒരു തമ്മിൽ ഞാൻ ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ചിത്രം നോക്കിയാൽ പോലും അറിയാം, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിനകത്ത് നമ്മുടെ പാർലമെന്റ്, ഇന്ത്യ ഗേറ്റ്, ISRO റോക്കറ്റ്, ഗാന്ധിജി, എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, കാൽക്കുലേറ്റേഴ്സ്, മെട്രോ റെയിൽ, അതുപോലെ തൊഴിലാളി വർഗത്തിന്റെ താഴെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ കാണാം, പോർട്ട്, തുറമുഖവും അതുമായി ബന്ധപ്പെട്ട ഒരു കപ്പൽ വന്ന്, കണ്ടെയ്നർ കപ്പലുകൾ വന്ന് നിൽക്കുന്നത് കാണാം, വിമാനം കാണാം, ഇന്ത്യൻ പതാക കാണാം. ഇന്ത്യയുടെ ബഡ്ജറ്റിനെ പറ്റിയിട്ട് പറയാൻ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതൊരു പൊതുവെ ബജറ്റ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം, ഇതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ദിസ് ഇസ് വാട്ട് എ ബജറ്റ് ഈസ് ആക്ച്വലി ആൻ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു വാർഷിക സാമ്പത്തിക എന്താ പറയുക, ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബജറ്റിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് വരവ് ചിലവ് കാര്യങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ബജറ്റ്, എൻ്റെ വീട്ടിലെ ഹൗസ് ഹോൾഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ ഹൗസ് ഹോൾഡിലേക്ക് വരുന്ന വരുമാനം എത്രത്തോളം ഉണ്ട്, അതുപോലെ ഉണ്ടാകുന്ന ചിലവ് എത്രത്തോളം ഉണ്ട്. ഇത് രണ്ടും ഞാൻ താരതമ്യം ചെയ്ത് കൃത്യമായി ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ബജറ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം, ഒരു വർഷത്തേത് ഞാൻ പരിഗണിക്കുമ്പോൾ. സമാനമായ സാഹചര്യം തന്നെയാണ് ഏതൊരു ബജറ്റ് പ്രസന്റേഷനിൽ വരിക, ഇവിടെയും അത് തന്നെയാണ്. സോ നമ്മൾ ഈ ബജറ്റ് പഠിക്കുമ്പോൾ പൊതുവെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബേസ് ഇപ്പോ പലരും ബജറ്റ് ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ആയുധമായിട്ട് കരുതാറുണ്ട്. ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്ന പാർട്ടി ആയാലും ശരി, ബജറ്റ് അവതരിപ്പിക്കുന്നതിന് എഗെയിൻസ്റ്റ് നിൽക്കുന്ന പാർട്ടികളായാലും ശരി, വി ആർ ആക്ച്വലി പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് എംപവർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി ദ സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മൾ അത്യാവശ്യം ഭയങ്കരമായിട്ടും പൊളിറ്റിക്കലി എംപവേർഡ് ആണ്, പൊളിറ്റിക്കലി ഇന്ററാക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, വല്ലാണ്ട് നമ്മൾ അതിനെപ്പറ്റി വിമർശനങ്ങൾ നടത്തും, അതിൽ പൊളിറ്റിക്സ് കയറും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം കിടപ്പുണ്ട്. സോ ബജറ്റിനെ പറ്റി നിങ്ങൾ അറിയുന്ന ഓരോ ഇൻഫർമേഷനും മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് അൺബയാസ്ഡ്. ഇത് അൺബയാസ്ഡ് ഇൻഫർമേഷൻ ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്തണം. പല പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളായാലും പിന്നെ പലരും പറയുന്ന റിപ്പോർട്ടുകളിലായാലും ഒക്കെ തന്നെ പലതും ബയാസ്ഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. സോ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ ഇതിലെ ബയാസിങ്ങിന് വേണ്ടി നിന്നു കൊടുക്കാൻ പാടില്ലാത്തവരാണ്. നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് PS ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ഈ ബയാസിങ് കയറി വരത്തില്ല. അവിടെ സ്ട്രിക്റ്റ് എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ചോദ്യങ്ങളെ നമുക്ക് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരും. സോ നമുക്ക് ഈ പറയുന്ന വിവാദാത്മകമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിലോ അല്ലെങ്കിൽ അതിന് പുറകെ പോകുന്നതിലോ കാര്യമില്ല. അത് നമ്മുടെ വേസ്റ്റേജ് ഓഫ് ടൈമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ മേക്ക് ഷുവർ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഈ ഒരു ബയാസിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകത്തില്ല. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും കാണാം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ സ്ട്രിക്ട്ലി ഇതിന്റെ ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവ്, ഇന്ത്യ ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു ബജറ്റ്, ഹൗ ഈസ് ആക്ച്വലി ദിസ് ബജറ്റ് ഗോയിങ് ടു പെർഫോം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോവുക കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യുന്നതിന് ഒരു 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 ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ക്ലാസ് ആകാൻ സാധ്യതയുള്ളതാണ്. അപ്പം പരമാവധി ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലാവുന്ന കുട്ടികളും മനസ്സിലാകാത്ത കുട്ടികളും പരമാവധി ശ്രദ്ധിച്ചിരിക്കട. പറഞ്ഞു പോകുന്നതിനകത്ത് വലിയ വലിയ അപ്ഡേറ്റുകൾ വന്നേക്കും. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ബജറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാണ്. പൊതുവെ നമ്മൾ ഈ ബജറ്റിനകത്ത് പരാമർശിക്കുന്ന പ്രയോഗങ്ങളിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ GDP ആണ് അല്ലെ. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഒരു പിന്നെ രാജ്യത്ത്, ആ രാജ്യത്തിന്റെ എന്താ പറയുക, ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ സർവീസുകളുടെയും പ്രോഡക്റ്റുകളുടെയും മൂല്യത്തെയാണ് നമ്മൾ GDP എന്ന് പറയുക. പൊതുവെ ഏതൊരു രാജ്യവും തന്റെ GDPയെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുക. ഇന്ത്യയും വിപരീതമൊന്നുമല്ല. ഇന്ത്യ ഈസ് പ്ലാനിങ് ടു ഇംപ്രൂവ് ഇറ്റ്സ് GDP, അല്ലെങ്കിൽ ഗ്രോ ഇസ് GDP ഇൻ ദി കമ്മിങ് ഇയേഴ്സ് as വെൽ. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളത് വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലും GDP വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അത് ആരുടെയും, ഏതൊരു രാജ്യത്തിന്റെയും കാര്യത്തിൽ GDPയുടെ വളർച്ച തന്നെയാണ് എല്ലാവരും ലക്ഷ്യമാക്കുക. മാത്രമല്ല, നമ്മൾ ഇൻഡിവിജ്വലി ഒരു രാജ്യമായ നമ്മൾ എന്തുകൊണ്ട് ഈ GDP വളരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, GDP റിഫ്ലക്ട് ദി ആക്ച്വൽ പിന്നെ എന്താ പറയുക, ട്രെൻഡ് ഓഫ് എ കൺട്രീസ് ഗ്രോത്ത്. ഒരു രാജ്യത്തിന്റെ ഗ്രോത്തിന്റെ ഒരു ട്രെൻഡ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത് ആക്ച്വലി ഈ GDP എന്ന് പറയുന്ന ഒരു നമ്പറാണ്. GDP ഇസ് എ നമ്പർ, വി നോ ദറ്റ് ഇസ് എ നമ്പർ. ഇത്ര ബില്യൺ US ഡോളേഴ്സിന്റെ ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന രാജ്യം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര, ഓക്കെ, ഇത്രയാണ് അതിന്റെ GDP, ഒരു നമ്പറാണ്. ദാറ്റ് വി ആർ ആക്ച്വലി സിഗ്നിഫൈങ്. അപ്പൊ ഈ ഒരു നമ്പർ കാണുമ്പോൾ നമ്മളെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും ഇതുപോലെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ദിസ് വാല്യൂസ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ഈച്ച് അതർ. എല്ലാ ഈ പറയുന്ന വാല്യൂകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പയർ ചെയ്തിട്ട് ഈ വളർച്ചാ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ രാജ്യങ്ങളെ റാങ്കിങ്ങുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. പല പല റാങ്കിങ്ങുകൾ കൊടുക്കും. GDP വളർച്ചയിൽ ഇത്ര ഇത്ര റാങ്കിങ്, ടോട്ടൽ GDPയിൽ ഇത്ര റാങ്ക്. നമ്മൾ അടുത്തിടെയൊക്കെ പറയുകയാണ് ഇന്ത്യ ഹാസ് ഓവർടേക്കൺ യൂറോപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇംഗ്ലണ്ടിനെ, അല്ലെ, ബ്രിട്ടനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് അടുത്തൊരു എക്കണോമിക് പവറായിട്ട് മാറി എന്നൊക്കെ നമ്മൾ പറയുന്നതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറയുന്ന GDPയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രമായിട്ട് എത്രാമതാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ വരിക. അപ്പൊ ഇത് വെറുതെ റാങ്കിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. GDPയുടെ വളർച്ച ഈസ് എസെൻഷ്യലി റിഫ്ലക്റ്റഡ് ബൈ എ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ GDP എന്ന് പറയുക. ഇപ്പൊ രാജ്യത്ത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി, നമ്മുടെ ധനകാര്യ മന്ത്രാലയം എടുക്കുന്ന ഓരോ തീരുമാനവും, ധനകാര്യ മന്ത്രാലയം മാത്രമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഹോം അഫയേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ മറ്റേ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ISRO ആയിക്കോട്ടെ, എന്തായാലും നമ്മുടെ രാജ്യത്തിനകത്ത് വിവിധ വകുപ്പുകളും വിവിധ മന്ത്രാലയങ്ങളും കൂടിയെടുക്കുന്ന പലതരത്തിലുള്ള സ്കീമുകൾ, പലതരത്തിലുള്ള ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകൾ, ഈ പ്രോജക്റ്റുകളുടെ എല്ലാം ഔട്ട്പുട്ട്സ് ശരിക്കും നമ്മുടെ GDPയുടെ വളർച്ചയെയോ തകർച്ചയെയോ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ എന്ത് ചെയ്യാം? സ്വാധീനിക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പിന്നെ കൺട്രോൾ ഈ ഒരു GDPയുടെ വളർച്ചാ നിരക്കിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു കടിഞ്ഞാണ് GDPയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും മിനിസ്ട്രി ഓഫ് ഫിനാൻസിനായിരിക്കും, അതായത് ധനകാര്യ മന്ത്രാലയത്തിനായിരിക്കും. കാരണം ഈ ധനകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോണിറ്ററി പോളിസി കമ്മിറ്റി, MPC എന്ന് പറയും. അതായത് നമ്മുടെ RBIയും നമ്മുടെ ഗവൺമെന്റിന്റെ ഒക്കെ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നിട്ട് ഈ നാട്ടിലെ പലിശ നിരക്ക് എത്ര വേണം, എത്ര കുറയ്ക്കണമോ കൂട്ടണമോ എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന MPCA ആണ്. അതായത് ചുരുക്കം പറഞ്ഞാല്, നമ്മുടെ നാട്ടില് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, കേട്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. വാട്ട് ഇസ് ഇൻഫ്ലേഷൻ? എന്താണ് ഈ ഇൻഫ്ലേഷൻ എന്ന് ചോദിച്ചാൽ, പണപ്പെരുപ്പം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാമെങ്കിലും, ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് വളരെയധികം കൂടുന്നു എന്ന് കരുതുക. ഓക്കെ, ഡിമാൻഡ് വളരെയധികം കൂടുന്നു. ഈ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് സപ്ലൈ, ഞാനാണ് പ്രോഡക്റ്റിന്റെ പ്രൊഡ്യൂസർ എന്ന് കരുതുക. ലെറ്റ്സ് സേ സവോള. അപ്പൊ സവോള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോൾ. അപ്പൊ ഈ സവോള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ 100 കിലോഗ്രാം സവോള പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ 100 കിലോഗ്രാം സവോള ഞാൻ മാർക്കറ്റിൽ എത്തിച്ചു. പക്ഷേ 150 കിലോഗ്രാം സവോളയുടെ ഡിമാൻഡ് മാർക്കറ്റിൽ നിന്ന് വരുന്നു. ആൾക്കാരുടെ കയ്യിൽ കാശുണ്ട്. ഇപ്പോൾ ആൾക്കാർ കാശൊക്കെ വെച്ചിട്ട് ആൾക്കാർ ചോദിക്കും, എനിക്കും വേണം സവാള എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരിക. നേരത്തെ കാശില്ലായിരുന്നവർക്കൊക്കെ ഇപ്പൊ കാശ് കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ കൂടുതൽ പേർക്ക് സവോള വേണം എന്ന് പറയും. അല്ലെങ്കിൽ നേരത്തെ 1 കിലോ സവാള വാങ്ങിയിരുന്നയാൾ ഇപ്പോൾ 2 കിലോ സവാള വാങ്ങുന്നതിന് താല്പര്യപ്പെടും. കാരണം കൂടുതൽ പണം അയാൾക്ക് ചെലവാക്കാനായി കൈ കിട്ടുന്നു. ആ സാഹചര്യത്തിലാണ് ഡിമാൻഡ് കൂടുന്നത്. എന്തായാലും ഡിമാൻഡ് കൂടി, 150 കിലോഗ്രാം സവോളയുടെ ഡിമാൻഡ് മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ, പക്ഷെ സപ്ലൈ എത്രയേ ഉള്ളൂ? 100 കിലോഗ്രാമേ ഉള്ളൂ. അപ്പൊ സപ്ലൈ സ്വാഭാവികമായിട്ടും കുറവും ഡിമാൻഡ് കൂടുതലുമായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യും, ഈ ഡിമാൻഡ് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഹൈക്ക് കൊണ്ടുവരും. ഇപ്പൊ നേരത്തെ ഞാൻ ഈ 100 കിലോ സവാള കിലോയ്ക്ക് 1 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ അത് 1.5 രൂപയാക്കി വർദ്ധിപ്പിക്കും.
അപ്പോൾ നേരത്തെ 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയിരുന്ന മാർക്കറ്റിന് ഇപ്പൊ 150 രൂപയ്ക്ക് ഈ സവാള വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ വില കൂടും പ്രോഡക്ട്സിന്റെ, പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഡിമാൻഡ് ഒരു വസ്തുവിന്മേൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വസ്തുവിന് വില കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് സപ്ലൈ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ. എൻ നമ്പർ ഓഫ് ഇഷ്ടംപോലെ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാവണമെന്നില്ല. സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരാം. സോ ഇത് പണപ്പെരുപ്പം, ഇതാണ് പണപ്പെരുപ്പം എന്ന് പറയാം. ഇങ്ങനെ വസ്തുക്കൾക്ക് വില കൂടുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം എന്ന് പറയാം. സോ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പൊതുവെ എല്ലാ ആൾക്കാരും കരുതുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആയിട്ടാണ്, അല്ലെങ്കിൽ ഇതൊരു എന്തോ ഒരു കുറ്റമാണ് ഇൻഫ്ലേഷൻ എന്നുള്ള രീതിയിലാണ് പൊതുവെ കരുതുന്നത്. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം അത് പ്രശ്നമാണ് എന്ന് കരുതാറുണ്ട്. അത് പ്രശ്നമാകും ഒരു പരിധിയിൽ കൂടുതലായാൽ. ഇൻഫ്ലേഷൻ കുറവാണെന്ന് പറഞ്ഞാൽ അതും പ്രശ്നമാണ്. പൊതുവെ നമ്മൾ ആരും അത് ചിന്തിക്കത്തില്ല. ഇൻഫ്ലേഷൻ കുറവ് നല്ലതാണെന്നാണ് എല്ലാവരും കരുതുക. അല്ല, ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന നിരക്ക് എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ വേണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സി ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ഗ്രോത്തിന്റെ സൂചന കൂടി തരുവാണ്. വല്ലാണ്ട് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു മോഡറേറ്റ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻ നമുക്ക് വേണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, സവോളയ്ക്ക് 150 രൂപ ആകാൻ കാരണം എന്താ? സവോളയ്ക്ക് 150 രൂപയാകാൻ കാരണം, ടോട്ടൽ 100 കിലോ സവോളയ്ക്ക് 150 രൂപ ആകാൻ കാരണം ആൾക്കാർ കൂടുതൽ സവോള ഡിമാൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ഡിമാൻഡ് വന്നു. എന്തുകൊണ്ടാണ് ഡിമാൻഡ് വരാൻ കാരണം? ആൾക്കാര് അത് വാങ്ങാനുള്ള പ്രാപ്തി നേടി, അല്ലെ? കൂടുതൽ ആൾക്കാർ സവോള വാങ്ങാനുള്ള പ്രാപ്തി നേടി, അല്ലെങ്കിൽ നേരത്തെ ഈ സവോള വാങ്ങിയിരുന്ന ആൾക്കാർ ഇന്ന് കൂടുതൽ സവോള വാങ്ങാനുള്ള പ്രാപ്തി നേടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആൾക്കാർക്ക് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെന്നുള്ള ഒരു സൂചന കൂടിയാണത്. സോ എസെൻഷ്യലി ഇൻഫ്ലേഷൻ ഒരു മോഡറേറ്റ് ലെവലിൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം അതാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ഗ്രോത്ത് ഓഫ് ദി പീപ്പിൾ, അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ ഓഫ് ദി പീപ്പിൾ ഓൾസോ. ശരിയല്ലേ? ഇൻഫ്ലേഷൻ എന്തിനേയും സൂചിപ്പിക്കും? ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ കൂടുന്നു എന്നുള്ളത് സൂചിപ്പിക്കും. നേരത്തെ എന്റെ വരുമാനം 100 രൂപയായിരുന്നത് ഇപ്പൊ എനിക്ക് 150 രൂപ വരുമാനമായി. അതുകൊണ്ടാണ് ഞാൻ 150 രൂപയ്ക്ക് സാധനം വാങ്ങാൻ പോയത്. മനസ്സിലായില്ലേ? നേരത്തെ 100 രൂപ എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ 1 കിലോ വെച്ചേ വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ 150 രൂപ വരുമാനം, ഇപ്പൊ 1.5 കിലോ വെച്ച് വാങ്ങാം. കാര്യം പിടി കിട്ടിയോ? അപ്പൊ ഇൻഫ്ലേഷൻ എന്തിന്റെ കൂടി ഘടകമാണ്? ഒരു ഗ്രോത്തിന്റെ കൂടി ഘടകമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻ, മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പണപ്പെരുപ്പം ഒരു രാജ്യത്തിന് നല്ലതാണെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല ഘടകങ്ങളും എന്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? എത്രത്തോളം ഇൻഫ്ലേഷൻ ഉണ്ട്, എത്രത്തോളം പിന്നെ ഈ ഇൻഫ്ലേഷൻ, സോറി, പറഞ്ഞു വന്ന കാര്യം അതല്ല. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പണപ്പെരുപ്പത്തിന്റെ തോത് നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കണം. കാരണം ഞാൻ പറഞ്ഞു, ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അസമത്വം ഉണ്ടാവും, പണത്തിന്റെ മൂല്യം വല്ലാണ്ട് താഴെ പോകും. നിങ്ങൾ ചില രാജ്യങ്ങളുടെയൊക്കെ കാര്യം കേട്ടിട്ടുണ്ടാവും, ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു ചാക്ക് നിറയെ പണം കൊണ്ടുപോയാലേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ പണത്തിന്റെ മൂല്യം ഒരുപാട് കുറയുന്നതാ. ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാണ്ട് വിട്ടപ്പോ പണത്തിന്റെ മൂല്യം കുറഞ്ഞു 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 വരും. നേരത്തെ 100 രൂപ കിട്ടിയത് പിന്നെ 150 രൂപയാവും, 200 ആവും, 300 ആവും, 500 ആവും, 1000 ആകും, 10,000 ആകും. ഇപ്പൊ 100 രൂപയ്ക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റിന് ഇപ്പൊ 10,000 രൂപയായി എന്ന് പറയാൻ ആലോചിച്ച് നോക്കി. പണത്തിന്റെ മൂല്യം 100 രൂപയുടെ മൂല്യമേ ഉള്ളൂ ഇന്ന് ആ 10,000 രൂപയ്ക്ക് എന്നുള്ളതാണ്. അപ്പൊ മൂല്യം കുറഞ്ഞു, അല്ലെ? അപ്പൊ അങ്ങനെ മൂല്യം ഒരുപാട് കുറയാതിരിക്കാൻ വേണ്ടി ഇതിൽ ഇടപെടലുകൾ നടത്തണം. ഇൻഫ്ലേഷൻ നിരക്ക് ഒരു പരിധിയിൽ കൂടാതെയും കുറയാതെയും കൺട്രോൾ ചെയ്ത് നിർത്തണം. അതെങ്ങനെ കൺട്രോൾ ചെയ്യും? മാർക്കറ്റിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യും, അല്ലെ? അതെങ്ങനെ കൺട്രോൾ ചെയ്യും മക്കളെ? മാർക്കറ്റിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്തിട്ടാ. കാരണം ആൾക്കാരുടെ കയ്യിൽ പണം ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാരുടെ കയ്യിലുള്ള പണം ആൾക്കാർ അധികം ചെലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള പല ഓഫറുകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വരും. അങ്ങനെ വരുന്നതാണ് നമ്മൾ ഈ റിപ്പോ റേറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബാങ്കില് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വർദ്ധിപ്പിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ സേവിങ്സിൽ കൊണ്ടിടും. ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുമല്ലോ, അപ്പോൾ ചിലവാക്കുന്നതിനേക്കാൾ അവർ ബാങ്കിൽ ഇടാനായിട്ട് ശ്രമിക്കും. ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് കുറയും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് കുറയും. കാരണം ബാങ്ക് ലോണിന്റെയും പലിശ ഉയരും. അപ്പൊ ആൾക്കാർ ലോൺ എടുത്ത സാധനങ്ങൾ വാങ്ങുന്നത് കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ മണി സപ്ലൈ, അല്ലെങ്കിൽ മണിയുടെ മാർക്കറ്റിലുള്ള സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു റിപ്പോ റേറ്റ് എന്ന് ഞാനിപ്പോ സൂചിപ്പിച്ച ഘടകം, ബാങ്കുകൾ RBIയിൽ നിന്ന് കടമെടുക്കുമ്പോൾ ബാങ്കുകൾ RBIക്ക് കൊടുക്കേണ്ട പലിശ നിരക്കിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുക. അപ്പൊ റിപ്പോ റേറ്റ് കുറഞ്ഞാൽ ബാങ്കുകൾ നമുക്ക് തരുന്ന കടം ആയിട്ട് തരുന്ന ലോണിനും പലിശ കുറയും, ഡെപ്പോസിറ്റ്സ്, നമ്മൾ ഇടുന്ന ഡെപ്പോസിറ്റ്സിനും പലിശ കുറയും. റിപ്പോ റേറ്റ് കൂടിയാൽ ബാങ്ക് നമുക്ക് ലോൺ തരുമ്പോൾ അതിന്റെ പലിശ നിരക്കും കൂടും. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ഡെപ്പോസിറ്റിന് നമുക്ക് കിട്ടുന്ന ആനുപാതികമായി കിട്ടുന്ന പലിശ നിരക്കും കൂടും എന്നുള്ളതാണ്. അപ്പൊ റിപ്പോ റേറ്റ് കൂടിയാലുള്ള അവസ്ഥ. അപ്പൊ ഈ റിപ്പോ റേറ്റ്, REPO, എന്താ റേറ്റ് നമുക്ക്? റിപ്പോ റേറ്റ്. ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്ന സംവിധാനം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി മോണിറ്ററി പോളിസി കമ്മിറ്റി, MPCI ആണ് ഈ റിപ്പോ എന്ന് പറയുന്ന ഒരു റേറ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ത് ചെയ്യണം
ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്ന കാര്യമൊക്കെ തീരുമാനിക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. അതിനകത്ത് RBI ഗവൺമെന്റും ഭാഗമാണെന്നുള്ളതാണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫിനാൻസും ഒക്കെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പണപ്പെരുപ്പം ഒക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു GDP ഗ്രോത്ത് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലുണ്ടെന്ന് പ്രതീക്ഷിക്കുവാണ്. മുന്നോട്ട് പോകാം നമുക്ക്. അപ്പൊ നമ്മൾ ബജറ്റിലേക്കാണ് നമ്മൾ നേരെ കയറി പോകുന്നത്. ഈ GDP തന്നെ നമ്മൾ പറയുമ്പോഴേ രണ്ട് രീതിയിൽ പറയാറുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ, ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കണ്ടീഷനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു DGP അല്ലല്ലോ, GDP നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യാതെ നമ്മൾ ഈ വളർച്ചയെ മാത്രം കണക്ക് കൂട്ടി പറയുന്ന ഒരു GDP നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണ് ഒന്ന് നോമിനൽ GDP എന്ന് പറയും. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ വിതൗട്ട് അഡ്ജസ്റ്റിംഗ് ഫോർ ഇൻഫ്ലേഷൻ, ഈ പണപ്പെരുപ്പ തോതിനോട് എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാത്ത പണപ്പെരുപ്പം മോർ ഓർ ലെസ് ഒരു 4% ആണ് നമുക്ക് ഇന്ത്യയിൽ പറയുന്നത്. 4% ±2 എന്ന് പറയാറുണ്ട്. മാക്സിമം 6% വരെ ആകാം പണപ്പെരുപ്പം. അതിനുള്ളിൽ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത് ഗവൺമെന്റ്. അതുവരെ ഉള്ളെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കും. സോ ഈ പറയുന്ന ഇൻഫ്ലേഷൻ പണപ്പെരുപ്പമല്ലേ, കാരണം ഇന്നലെ ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് 106 രൂപയാവും. ഒരു 6% അല്ലെങ്കിൽ 4% ആണെങ്കിൽ 104 രൂപയാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 104 രൂപ, ഇന്നത്തെ 104 രൂപ എന്ന് പറയുമ്പോൾ പണ്ടത്തെ 100 രൂപയുടെ മൂല്യമാണ് വരുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് GDP ഗ്രോത്ത് 104 ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 100 രൂപയുടെ GDP വളർച്ചയേ ഉള്ളൂ എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ശരിയല്ലേ? അതിനാണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ വാല്യൂസ്, GDPയുടെ വാല്യൂ പറയുമ്പോൾ ഈ ഇൻഫ്ലേഷൻ കണക്കാക്കാതെ വലിയ 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 വാല്യൂകൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വലിയൊരു എക്കണോമിക് പവർ ആയിട്ട് മാറി എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മൂല്യം കുറച്ചുകൂടി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാതെ വലിയൊരു നമ്പർ ആയിട്ട് പറയുന്ന GDP നോമിനൽ GDP എന്നും, ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇൻഫ്ലേഷൻ കൂടി വരുമ്പോൾ ഇതിന് ഇത്രയും മൂല്യം വരത്തില്ല, മാർക്കറ്റിന് കുറച്ചുകൂടി കുറയും എന്നുള്ളത് പറയുന്നതിനെയാണ് റിയൽ GDP എന്ന് പറയുക. ക്ലിയർ ആണോ മക്കളെ? അതിനെയാണ് റിയൽ GDP എന്ന് പറയും. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത GDP റിയൽ, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാത്തത് നോമിനൽ എന്നും പഠിച്ചിരിക്കാം. റൈറ്റ്. അപ്പൊ കുറച്ച് സമയം ഇത് പറഞ്ഞൊന്നും പോയി. എന്നാലും നമ്മൾ ഇത് നേരെ ജമ്പ് ചെയ്യുന്നത് ബജറ്റിലേക്ക്. അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞത് മാത്രം. So if we look into the budget of 2026-2027,